എം.ആർ. അജിത്കുമാറിനെതിരെ ഇന്ന് ഉണ്ടായിരിക്കുന്ന നടപടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ച ഒരു നടപടിയാണ് ഇന്ന് UDF സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 100-ലധികം സീറ്റുകളുമായി UDFനെ കേരളത്തിലെ ജനത അധികാരം ഏൽപ്പിച്ചത് എന്നത് ഒരിക്കൽ കൂടി തെളിവായിരിക്കുകയാണ്. ഞങ്ങൾ ഈ അക്രമം ഉണ്ടായ സമയം മുതൽ കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞതാണ്, ഇതിൻ്റെ അവസാനം സമയം വരെയും നീതിക്ക് വേണ്ടി പോരാടുമെന്നുള്ളത്. ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായപ്പോൾ കേവലം ഞങ്ങൾക്കേറ്റ ശാരീരികമായ മർദ്ദനമല്ല ഞങ്ങളുടെ പ്രശ്നം. അഭിപ്രായം പറയുവാനുള്ള, പ്രതിഷേധിക്കുവാനുള്ള, സമരം ചെയ്യുവാനുള്ള എല്ലാ പൗരന്മാരുടെയും മൗലിക അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാനും യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന സെക്രട്ടറി അജയ് ജോൽ കുര്യാക്കോസും ഇന്ന് ഈ നിമിഷം വരെയും നിയമപോരാട്ടം നടത്തിയത്. അത് നാളെയും തുടരും. അതിനെല്ലാമുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ ആഗ്രഹിച്ച, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് കേരളത്തിലെ ജനം നൽകിയ തിരിച്ചടിയാണ് UDF സർക്കാരിലൂടെ നടപ്പിലായത്. അതിൽ സന്തോഷമുണ്ട്. അത് UDF വിരുദ്ധ രാഷ്ട്രീയം പേറുന്ന ആളുകൾ, UDF ചേരി ദുർബലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ എല്ലാ കാലത്തും അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, UDF സർക്കാരിന് ഇദ്ദേഹത്തെ പോലൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്നുള്ളത് ഞങ്ങളും അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതേ മാതൃകയിൽ തന്നെ നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കി നടപടി ഉണ്ടായിരിക്കുന്നു. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല.